മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രാവിലെ പതിയെ മിഴികൾ തുറന്ന നിധി തനിക്ക് മേലെ എന്തോ ഭാരം തോന്നിയത് ഒന്നാകെ നോക്കി. തന്റെ ചുറ്റി പിടിച്ചു നിൽക്കുന്ന അശോകിന്റെ കൈകളും തന്നിലേക്ക് മുഖമടുപ്പിച്ചുറങ്ങുന്നവൻ അല്പം നേരം നോക്കി നിന്നു. ശേഷം പതിയെ അവന്റെ കൈകളെടുത്തു മാറ്റിയൊന്ന് എണീറ്റ് നിന്നു. ശാന്തമായി ഉറങ്ങുന്നവനെ നോക്കിയൊന്ന് പതിയെ തലോടാൻ കൈകൾ ഉയർത്തിയതും അശോക് ഒന്ന് മിഴികൾ ചലിപ്പിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് ആ കൈകൾ പിൻവലിച്ച് വേഗം വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ഒന്ന് ഫ്രഷായി ഇറങ്ങിയതും കണ്ടു ബെഡിൽ ഇരുന്ന് തന്നെ നോക്കിച്ചിരിക്കുന്ന അശോകിനെ. ഗുഡ് മോർണിംഗ് വൈഫി. അവൻ അവളെ നോക്കി പറഞ്ഞു. കണ്ട ഭാവം നടിക്കാതെ അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. നേരെ അടുക്കളയിൽ എത്തിയതും കണ്ടു ഓരോന്നായി ഒരുക്കുന്ന ദുർഗയെ. അമ്മായി, ആ മോളെ നീറ്റോ? ശങ്കരനും ശരണിക്ക് എവിടെ അമ്മായി? മാമ പോയോ? മാമ ഇന്ന് നേരത്തെ പോയി മോളെ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ രണ്ടും എണീറ്റിട്ടില്ല. നീ ചെന്ന് വിളിച്ചേ. സൂര്യൻ ഉച്ചയിൽ എത്തിയാൽ രണ്ട് കണക്കാണല്ലോ. അല്ല മോളെ, അശോക് എണീറ്റോ? ആ എനിക്കറിയില്ല. നിധി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ദുർഗയോട്. എന്നിട്ട് വിഷയം മാറ്റാനെന്നാണ് ദുർഗയെ നോക്കി. അല്ലമ്മായി, ഇന്നെന്താ കഴിക്കാനുണ്ടാക്കിയേ? ദേ ദോശയും സാമ്പാറും ചമ്മന്തിയും ഉണ്ട്. ദുർഗ പറയുന്ന കേട്ട് അതിലേക്കൊന്ന് നോക്കി അവൾ. അല്ലമ്മായി, ഇതെന്താ കറി രണ്ട് പാത്രത്തിൽ? അതൊന്നും അശോക് മോന് എരിവ് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞല്ലേ മോളെ, അത് അവന് വേണ്ടി പ്രത്യേകം വേറെ ഉണ്ടാക്കിയത്. ഓ അതായിരുന്നോ? ദാ മോളി ചായ കുടിക്ക്. ഇത് അശോകിനും കൊണ്ട് കൊടുക്ക്. അമ്മായി, ഞാൻ ശങ്കരനെ ശരണിയെ വിളിക്കട്ടെ? ആദ്യം ഇത് കൊണ്ടു കൊടുക്ക് ശിവ, എന്നിട്ട് മതി അവരെ ചെന്ന് വിളിക്കാൻ. ഇത് അമ്മായി കൊണ്ടു കൊടുക്ക്, എനിക്ക് വയ്യ. ശിവ, എനിക്കൊന്നും കേൾക്കണ്ട, അമ്മായി എന്നെ കൊണ്ടുകൊടുക്ക്. ദേ പെണ്ണെ, ഗർഭിണിയാണെന്ന് ഞാൻ നോക്കില്ല, ഒന്നങ്ങ് തരും ഞാൻ. ഇപ്പൊ ഞാനിത് കൊണ്ടുകൊടുക്കാം, ഇനി അങ്ങോട്ട് നീ തന്നെ കൊടുക്കണം. അല്പം കരത്തിൽ ശിവയെ നോക്കി പറഞ്ഞുകൊണ്ട് ദുർഗ ചായക്കപ്പെടുത്ത് അശോകിന്റെ അടുത്തേക്ക് നടന്നു. ദുർഗ പോകുന്നത് നോക്കിയും തിരിഞ്ഞതും അശോകിന് വേണ്ടി മാറ്റിവെച്ച കറിയേണ്ടതും അതിലേക്ക് ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് കുറച്ച് മുളക് പൊടി എടുത്ത് അതിലേക്ക് ഇട്ട് ഇളക്കി അല്പെടുത്ത് രുചിച്ച് നോക്കിയതും അവൾ പുറത്തേക്ക് തുപ്പി. അത്രയും എരിവ് അതിൽ ചേർത്തിരുന്നു. ഇത്രയും വേണ്ടായിരുന്നു. ഇനി എന്തോ ചിന്തിച്ചവും ദുർഗ വരുന്ന കണ്ടതും അത് വേഗം അടച്ചു വെച്ച് നിധി ഒരു പരിങ്ങളോടെ നിൽക്കുന്ന കണ്ടതും ദുർഗ അവൾ അടിമുടി നോക്കി. എന്താടി? ഏയ് ഒന്നുമില്ല, ഞാൻ ശങ്കരനെ ശരണിയും ചെന്ന് വിളിക്കട്ടെ? അത് പറഞ്ഞ് അവൾ ചായക്കൊപ്പം എടുത്ത് അവിടുന്ന് പോയതും ദുർഗ അവൾ പോയ വഴിയെയും അടുക്കളയിൽ ഒന്നാകുകയും നോക്കി. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും അവളിൽ എന്തോ സംശയം തോന്നി ദുർഗയ്ക്ക്. സത്യനും കടയിൽ നിന്ന് വന്ന ശേഷം എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിളിന് ചുറ്റുമായിരുന്നു. ദുർഗ ഓരോന്നും കൊണ്ടുവയ്ക്കുമ്പോൾ നിധി അശോക് കഴിക്കുന്ന കാണാൻ കാത്തിരിക്കുകയായിരുന്നു. തന്റെ തൊട്ടടുത്തിരിക്കുന്ന അശോക് പ്ലേറ്റിലേക്ക് സാമ്പാർ ഒഴിച്ചതും അവൾ ഇടങ്ങണ്ണാലെ നോക്കി അവനെ. ഇതെല്ലാം മാറി നിന്ന് ദുർഗയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു കൂസലുമില്ലാതെ സാമ്പാർ ദോശയും കഴിക്കുന്നവനെ കാണെ നിധി അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ, അവനെ വേണ്ടുവോളം പിന്നെ നോക്കാം മോളെ, നീ ഇപ്പൊ വന്ന് കഴിക്ക്. പെട്ടെന്ന് സത്യനുറക്കെ ശിവയെ നോക്കി പറഞ്ഞു. അവൾ പരിങ്ങിക്കൊണ്ട് വേഗം പ്ലേറ്റിലേക്ക് നോക്കി കഴിക്കാൻ തുടങ്ങി. സത്യൻ പറയുന്ന കേട്ട് അശോക അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നാലും ഇതെങ്ങനെ? പല പല ചിന്തകളോട് അവൾ പതിയെ കഴിക്കാൻ തുടങ്ങി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതും ദുർഗ പാത്രങ്ങളിൽ അടുക്കളയിൽ കൊണ്ടുവച്ചു. നിധി അടുക്കളയിലേക്ക് ചെന്ന് അശോകിന് കൊടുത്ത കറിയുടെ ബാക്കിയെടുത്ത് രുചിച്ച് നോക്കി. ഒട്ടും എരിവില്ല. ഇതെങ്ങനെ? അപ്പൊ ഞാൻ ചേർത്ത മുളക് പൊടി അത് ഞാനെടുത്ത് തെങ്ങിൻ ചോട്ടിൽ ഒഴിച്ചു. എന്തേ, സന്തോഷമായ എന്റെ മോൾക്ക്? പുറകിൽ ദുർഗയുടെ ശബ്ദം കേട്ട് ശിവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ആ അമ്മായി, വീട്ടമ്മായി വിളിച്ചു തീരുമ്പേ ദുർഗ അവളുടെ ചെവിയിൽ പിടിച്ചു. ദേ പെണ്ണെ, പോത്തുപോലെ വളർന്ന് കല്യാണം കഴിഞ്ഞെന്നൊക്കെ ഞാനങ്ങ് മറക്കും. നീ എനിക്കെന്റെ മോള് തന്നെയാ. ദേ കുരുത്തക്കേടി നീ കാണിച്ചാലേ ഈ തഴമ്പിച്ച കൈ കൊണ്ടെന്നങ്ങ് തരും ഞാൻ. അതിനെ പട്ടിണിക്ക് ഇടാനാണോടി നീ അങ്ങനെ ചെയ്ത്? അമ്മായി, ഞാൻ വെറുതെ. നോക്ക് ശിവ, മോൾക്കുണ്ടായ വിഷമവും സങ്കടവും എല്ലാം എനിക്കറിയാം. അറിയാതെ ഞാനും അവനെ തല്ലി. എന്നിട്ടും അവനിവിടെ വന്ന് നിൽക്കുന്നതേ നിനക്ക് വേണ്ടിയാ. കൈവിട്ട് പോകുമ്പോഴേ കൂടെയുള്ളതിൻ്റെ വില അറിയാം. അവൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, പക്ഷെ അതിൽ അവനെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? നിന്റെ ഭാഗത്തും തെറ്റ് വന്നിട്ടില്ലേ? പിന്നെ നീ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും മാറ്റാൻ കഴിയാത്ത ഒന്ന് അവന് നിന്നിലുണ്ട്, അവൻ്റെ കുഞ്ഞ്. അമ്മായി ആയിട്ടല്ല, അമ്മയായിട്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. എൻ്റെ മോൾ അവനോട് ക്ഷമിക്കണം. പിന്നെ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും നിന്റെ ഈ മനസ്സ് മുഴുവൻ അവൻ മാത്രമാണെന്ന് ദേ നിന്റെ ഈ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു പുൻസിരിയോടെ ദുർഗ പറയുമ്പോൾ നിധിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് പുറത്ത് കോളിംഗ് ബെല്ല് കേട്ടതും ഇരുവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ശിവ തന്റെ മുഖമെല്ലാം അമർത്തി തുടച്ചു. ദുർഗ പുറത്തെത്തിയതും മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് അടിമുടിയൊന്ന് നോക്കി. ശേഷം സംശയത്തോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കി. ചെറിയ കുട്ടി ഫ്രോക്കും ഇട്ട് 2 ബാഗും പിടിച്ച് തിരിഞ്ഞു നിൽക്കുന്നവളെ കണ്ട് ശിവയും മനസ്സിലാവാത്ത ഭാഗത്തോടെ നോക്കി അവളെ. ആരാ? കുട്ടിയേതാ? ദുർഗ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കൂളിംഗ് ഗ്ലാസ് അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ഹായ് ആന്റി, ഐ ആം സോന. അശോക് സാർ ഇവിടെയല്ലേ താമസിക്കുന്നേ? അവളിൽ നിന്നും അശോകിന്റെ പേര് കേട്ടതും ദുർഗ ശിവയുടെ മുഖത്തേക്ക് നോക്കി. ശിവ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. സോന ശിവയെ നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ. മേഡമാണോ അശോക് സാറിന്റെ വൈഫ്? കുട്ടിയേതാ? മേഡം, ഞാൻ സാറിന്റെ PA. ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു. 6-7 മാസത്തോളം ഓഫീസിലൊന്നും ഇല്ലായിരുന്നല്ലോ,
ആ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളൊന്നും റിക്കവർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സാറ്. പിന്നെ ഞങ്ങളുടെ സാറിനൊരു ഹെൽപ്പായിട്ട് എല്ലാത്തിനും കൂടെ നിൽക്കണമല്ലോ. സാർ എവിടെയാ, അകത്താണോ? ഹായ് സോന. സോന ചോദിച്ചു തീരും മുമ്പേ അശോക് പുറത്തേക്ക് വന്നിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അശോക് ഒരു ചിരിയോടെ സോനയോട് പറയുമ്പോൾ നിധിയുടെ മുഖത്തെ ഭാവമാറ്റം അശോക് ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ ഗ്രാൻഡ്മ പറഞ്ഞതിന്റെ പൊരുളെന്താണെന്ന് ഏകദേശം അശോകിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭാവവ്യത്യാസമില്ലാതെ പുഞ്ചിരിയോടെ തന്നെ സോനയുടെ അടുത്തേക്ക് ചെന്നു. ഹായ് സോന, ഹൗ ആർ യു? ഐ ആം ഫൈൻ സർ. സർ, സാറിന്റെ ഹെൽത്തൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ? യെസ് സോന. സോന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നേ? സർ, ഞാൻ കഴിച്ചു. ഓക്കെ, എന്നാ തമ്മ. പറഞ്ഞുകൊണ്ട് നിധിയെ നോക്കുപോലും ചെയ്യാതെ അശോക് റൂമിലേക്ക് നടന്നു. നിധിയെയും ദുർഗയെയും നോക്കിക്കൊണ്ട് സോന അശോകിന്റെ പിറകെ ബാഗും എടുത്തുകൊണ്ട് ചെന്നു. അമ്മായി, ഉച്ചയ്ക്ക് സോനയും കഴിക്കാനുണ്ടാവും. എന്തോ ഓർത്ത പോലെ നടത്തത്തിനിടയിൽ ഒന്ന് തിരിഞ്ഞുകൊണ്ട് ദുർഗയെ നോക്കി പറഞ്ഞു അശോക്. ശേഷം അശോക് റൂമിലേക്ക് കയറി. സോനയും കയറിയതും അശോക് ഡോറടിച്ചതും കണ്ടുനിന്ന ശിവ കണ്ണും തള്ളി നോക്കിപ്പോയി. നീ ഇങ്ങനെ വാശി കാണിച്ച് നടക്ക്. അവസാനം കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കുത്തി പോവാൻ നോയിക്കോ. ശിവയെ ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞുകൊണ്ട് ദുർഗ അടുക്കളയിലേക്ക് പോയതും ശിവവേഗ റൂമിനടുത്തേക്ക് ചെന്നു. ഡോറ് തുറക്കണോ വേണ്ടിയെന്ന് ഓർത്തുകൊണ്ട് സാരിത്തുമ്പ് പിടിച്ച് തിരിച്ചു അവൾ. വേണ്ട എന്ന ഭാഗത്തിൽ തിരിഞ്ഞു പോകാൻ നിന്നു. വീണ്ടും എന്തോർത്ത പോലെ ഒന്നും നോക്കാതെ ഡോർ തുറന്ന് മുറിയിലേക്ക് കയറി. മേശക്കടുത്ത ഒരു ചെയറിൽ അശോക് തുറന്നു വെച്ച ലാപ്ടോപ്പിലേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്തായ ഒരു ചെയറിൽ സോനയും. ശിവ ഡോർ തുറന്ന് കയറിയതും ഇരുവരും അവൾ നോക്കി. അവർ തന്നെ നോക്കുന്നുണ്ട്. ശിവ അവരെ കണ്ട ഭാവം കാണിക്കാതെ ഡോറ് ചാരി മേശപ്പുറത്തുനിന്ന് മാഗസീൻ എടുത്ത് ബെഡിൽ ചെന്ന് കിടന്ന് അത് തുറന്നു നോക്കാൻ തുടങ്ങി. ഇടക്ക് അശോകിനെയും സോനയെ ഇടങ്ങണാലെ നോക്കുന്നുണ്ട് അവൾ. തൊട്ടടുത്ത മിററിലൂടെ ഇതെല്ലാം കാണുന്ന അശോകിന്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞെങ്കിലും അവൾ കാണാതെ മറച്ചു വെച്ചു അവൾ. അയ്യോ സാർ, എന്തു പറ്റി? 1 മിനിറ്റ് സാർ. അശോക് പെട്ടെന്ന് നിർത്താ ചുമച്ചതും അവന്റെ ഷോൾഡറിൽ തട്ടി സോന പറയുന്നുണ്ട്. അറിയാതെ തന്നെ ബെഡിൽ നിന്ന് എണീറ്റു ശിവ. ജഗിൽ നിന്ന് വെള്ളമെടുത്ത് അശോകിന്റെ ചുണ്ടോടടുപ്പിച്ച് സോന വെള്ളം കൊടുക്കുന്നുണ്ട്. അറിയാതെ തന്നെ വാ പൊളിച്ച് നോക്കിപ്പോയി ശിവ. ദേഷ്യം ഉച്ചിയിലെത്തിയെങ്കിലും പല്ല് കടിച്ചമർത്തി ദേഷ്യത്തോടെ നോക്കി അവൾ സോനയെ. ഇതെല്ലാം മിററിലൂടെ കാണുന്ന അശോക് അവളിലെ ഓരോ ഭാവങ്ങളും നോക്കി ചിരി അടക്കി പിടിച്ചു നിന്നു. ഇനി ഇവിടെ നിന്ന് തനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് തോന്നിയതും ഇരുവരെയും തുറച്ചു നോക്കിക്കൊണ്ട് ശിവാടന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. പുറത്തെ തിണ്ണയിൽ ചെന്നിരുന്നു. ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടത്. ചെന്നെടുത്തതും അതിൽ നീലുവിന്റെ നമ്പർ കണ്ട് ഒരു പുഞ്ചിരിയോടെ കോൾ എടുത്തു. ഇടക്കൊക്കെ ഇപ്പൊ നീലുവും ഭാസ്കരേട്ടനും നളിനിമയെ അവൾ വിളിച്ച് വിശേഷങ്ങൾ തിരക്കുന്ന പതിവാണ്. നീലുവിനോട് സംസാരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവളുടെ മിഴികൾ അടഞ്ഞുകിടക്കുന്ന ഡോറിലേക്ക് തന്നെ ചെന്ന് എത്തുന്നുണ്ടായിരുന്നു. ഊണിലുള്ള സമയമായപ്പോഴേക്കും ദുർഗ എല്ലാം ഒരുക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. സത്യൻ കടയിൽ നിന്ന് വന്നപ്പോൾ ദുർഗ സോനയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ശങ്കരനും ശരണ്യയും ശിവയോട് സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് കഴിക്കാനായി അശോകും കൂടെ തന്നെ സോനയെ ഇറങ്ങി വന്ന്. ഇരുവരെയും ഒന്ന് തുറച്ചു നോക്കുന്നുണ്ടെങ്കിലും അശോക് തന്റെ അടുത്തായി വന്നിരിക്കുമെന്ന ചിന്തയിലാണ് ശിവ ഇരുന്നിരുന്നത്. എന്നാൽ അവിടെ ആ പ്രതീക്ഷയെ തെറ്റിച്ച് സോനയോട് സംസാരിച്ച് അവൾക്കടുത്തായി അശോക് ഇരുന്നതും സോനയെ ഒന്ന് തുറച്ചു നോക്കി മുഷ്ടിയുരുട്ടി. ചോറ് വിളമ്പുന്ന ദുർഗയുടെ മുഖത്തേക്ക് നോക്കി ശിവ ഒരു വല്ലാത്ത ഒഴുക്കുമട്ടിൽ നോയിക്കൊണ്ട് സോനയുടെയും അശോകിന്റെയും പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്തു അവർ. കഴിക്കുന്നതിനിടെ സത്യൻ സോനയോട് വിവരങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. അങ്കിൾ പറയുന്നതോടൊന്നും തോന്നരുത്. അങ്കിളിന് കണ്ടാൽ ഇത്രയ്ക്ക് പ്രായം തോന്നില്ല. ഈ നിൽക്കുന്ന ശങ്കരന്റെ ചേട്ടനാണെന്നേ പറയും. അങ്ങനെയൊന്നും തോന്നേണ്ട. ഈ നിൽക്കുന്ന 2 എന്റെ മക്കളാ. പിന്നെ പ്രായം കഴിഞ്ഞു പോകാൻ അത്രക്കൊന്നും വേണ്ട. എത്ര പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞു പോകുന്നു. അപ്പൊ ശരീരത്തിന് അത്രയ്ക്ക് തോന്നില്ലെന്നേ ഉള്ളൂ. സോന പറയുന്ന കേട്ട് പുഞ്ചിരിയോടെ മറുപടി പറയുന്ന സത്യനെ ദുർഗ അടിമുടിയെന്ന് നോക്കി. അല്ല, മോള് നല്ല മോഡേൺ ആണെങ്കിലും നല്ല മുടിയുണ്ട്. ഇന്നത്തെ പെൺകുട്ടികൾ മോഡേണായി നടക്കുമ്പോൾ ആദ്യം വെട്ടിക്കളയുന്നത് മുടിയായിരിക്കും. അതെങ്കിൽ എന്റെ അച്ഛമ്മയ്ക്ക് മുടി മുറിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അച്ഛമ്മയുടെ വഴക്ക് മേടിച്ചിട്ടാ സത്യം പറയുന്നത് മുറിക്കാത്ത. ഇതൊന്നും വെട്ടി നശിപ്പിക്കേണ്ട മോളെ. നല്ല ഐശ്വര്യണ്ട് ഈ മുടിക്ക്. ഒരു പുഞ്ചിരിയോടെ പറയുന്ന സത്യനെ ദുർഗ ദയിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. ഒപ്പം തന്നെ മുടിയിലേക്കും. അങ്കിളങ്ങനെ. എങ്കിൽ സോനയ്ക്ക് എന്നെ കുറിച്ച് എന്താ പറയുള്ളത്? ശിവയുടെ മുഖത്തേക്ക് ഇടങ്ങണാനെ നോക്കിക്കൊണ്ടാണ് അശോക് സോനയോട് ചോദിച്ചത്. അവൾ അശോകിനെ അടിമുടിയെന്ന് നോക്കി. അത് പിന്നെ സാറിനെ കുറിച്ച് പറയാതിരിക്കുന്ന നല്ല. സോ ഹാൻസം, ബ്യൂട്ടി മാൻ ആൻഡ് വെരി ഹോട്ട്. ബാക്കി പറയാതെ അശോകിനെ നോക്കി അവൾ. അതെല്ലാം കേട്ടപ്പോഴേ ശിവയുടെ കൈകൾ പ്ലേറ്റിലെ ചോറിൽ ഞെരിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും കഴിച്ചെണീറ്റതും സോന അശോകിന്റെ കൂടെ തന്നെ വീണ്ടും റൂമിലേക്ക് കയറി. ചേച്ചി ചേട്ടനോട് ദേഷ്യം കാണിച്ച് അങ്ങനെ ഇരുന്നു. ആ ചേച്ചി ചേട്ടനെ കൊണ്ട് അങ്ങ് പോകും. ശരണ്യ ശിവയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ശിവ അവളെ ദേഷ്യത്തോടെ തുറച്ചു നോക്കിക്കൊണ്ട് പുറത്ത് ഉമ്മറത്തി നിന്നിരുന്നു. ഇതേ സമയം അവിടേക്ക് ഒരു കാർ വന്നിരുന്നു. അതിൽ നിന്നിറങ്ങുന്ന അരുണിനെയും ജൂഹിയെയും ഋതികയും കണ്ട് ഒരു പുഞ്ചിരിയോടെ എണീറ്റ് അവർക്കടുത്തേക്ക് ചെന്നു. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. അതിന് ഇന്നലെയല്ലേ ഞങ്ങളിവിടെ വന്നുപോയത്. അപ്പോഴേക്കും പരാതിയോ? ചുമ്മാ നിങ്ങൾ വാ. ഒരു ചിരിയോടെ പറഞ്ഞ് ശിവ അവരെയും കൂട്ടി അകത്തേക്ക് പോയി. ശിവ, എവിടെ നിന്റെ അശോക്? ജൂഹി അവളെ ചോദിച്ചതും ശിവ അവളൊന്ന് തുറച്ചു നോക്കി. നീ അങ്ങേരെ തിരിഞ്ഞു വന്നോ അതോ എന്നെ കാണാൻ വന്നോ? അത് പിന്നെ വന്നത് നിന്നെ കാണാൻ തന്നെയാ. പക്ഷേ
എന്ത് പക്ഷേ? ഒരു പക്ഷേയും ഇല്ല. എന്നെ കാണാമെന്നാണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്ക്, അല്ലെങ്കിൽ നീ ചെന്നിരിക്ക് അങ്ങേറ്റ അടുത്ത്. ദേഷ്യത്തോടെ പറയുന്നവളെ കണ്ട് അരുൺ ജൂയെ നോക്കി കണ്ണിറുക്കി. എന്റെ ശിവ, ഞങ്ങൾ നിന്നെ കാണാമെന്നാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ അങ്ങേരെ? നീ വാ, ജൂയി അവിടെ തോളിൽ ചാരിക്കൊണ്ട് പറഞ്ഞു. 3 പേരെയും ശിവ അകത്തേക്ക് കൊണ്ടുപോയി. അശോകിനെ ചൊടിപ്പിക്കണമെന്ന് കരുതി തന്നെ അവരെയും കൊണ്ട് റൂമിലേക്ക് കയറി. അവിടെ അശോകിന്റെ കൂടെ ഇരിക്കുന്ന സോനയെ കണ്ട് 3 പേര് അവരെയും ശിവയെയും നോക്കി. ഹായ് അശോക്, ഹായ് അരുൺ. ആ, നിങ്ങൾ പോന്നു? ഞങ്ങളിത് പോന്നേ ഉള്ളൂ. അല്ല, ഈ കുട്ടി? ഓ, ഷീ സോന, മൈ പേഴ്സണൽ അസിസ്റ്റന്റ്. ഒരു ലോങ് ബ്രേക്ക് എടുത്തല്ലേ, അപ്പോൾ ഓഫീസിൽ കയറുമ്പോൾ എല്ലാം ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കരുതി. ഓ, അതേതായാലും നന്നായി. എന്നാൽ അശോകിന്റെ വർക്ക് എടുക്കട്ടെ, ഞങ്ങൾ പുറത്തിരിക്കാം. പുറത്തിരിക്കാനോ? വേണ്ട, ഞാനാ തീരുമാനിക്കുന്നത്. ഇത് എന്റെ റൂമാ, നിങ്ങൾ വാ. കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞ് ശിവ അവരെയും വിളിച്ച് ബെഡിൽ ചെന്നിരുന്നു. അവളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവളുടെ ദേഷ്യത്തിന്റെ കാരണം മനസ്സിലായിരുന്നു 3 പേർക്കും. നിങ്ങൾ കയറിക്കോ, ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ നിൽക്കുകയായിരുന്നു. അശോക് പറഞ്ഞ് 3 പേരെ അവൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് ചെന്നു. അശോക് അല്പം മാറി ഒരു ചെയർ എടുത്ത് ഫയൽ നോക്കി ഇരിക്കാൻ തുടങ്ങി. സോന ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്ത് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കൂട്ടുകാരുമൊത്ത് ശിവയുടെ സംസാരവും ചിരിയുമെല്ലാം അല്പം മാറി നിന്നിട്ടാണെങ്കിലും അശോക് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് വേഗമെടുത്ത് പോകാനൊരുങ്ങുന്ന സോനയെ കാണുന്നത്. സോന, തന്നെ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട സാർ, സാറിന് ബുദ്ധിമുട്ടാവും. ഞാനിവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. നിൽക്ക്, എന്തായാലും എനിക്ക് ടൗണിലേക്ക് ഒന്ന് പോകണം, തന്നെ ഡ്രോപ്പ് ചെയ്യാം. എന്നാ ഓക്കെ സാർ. ഇരുവരും പറയുന്ന കേട്ട് ശിവ ചായക്കപ്പിൽ പിടിമുറുക്കി. ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ടാണ് ദുർഗയെ അടുത്തേക്ക് വന്ന്. അശോക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയതും ദുർഗ സോനയെ നോക്കി. മോൾക്കൊരു ഓട്ടോ പിടിച്ച് പോകുന്നല്ലേ എളുപ്പം. ദേ, ഈ ഗേറ്റിന് മുമ്പിൽ നിന്നാ മതി, ഇഷ്ടം പോലെ ഓട്ടോ കിട്ടും. ആ, ഞാനും അതൊക്കെ കരുതിയത് ആൻറ്റി. പക്ഷെ സാറേ തന്നെ നിർബന്ധിച്ചല്ലേ. മാത്രമല്ല സാറും ടൗണിൽ പോകുന്നുണ്ട്. ആ, അത് ശരിയാ. ആ, പിന്നെ ആൻറ്റി, അങ്കിൾ വരുമ്പോൾ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ആൾക്ക് മറുപടിയായി മുഖം കനപ്പിച്ചൊന്ന് മോളി ദുർഗ. എന്നാ പോവാം പറഞ്ഞുകൊണ്ടൊരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ഷൂവും ഇട്ട് അശോക് ഇറങ്ങി വരുന്നുണ്ടോ ശിവ പരിങ്ങിലോടെ നോക്കി ഇരുവരെയും. കാറിന്റെ ലോക്ക് ഓപ്പൺ ആക്കിയതും എന്തോർത്ത പോലെ സോനയ്ക്ക് മുമ്പേ ഇട്ട സാരിൽ തന്നെ ശിവ മുന്നിലെ കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. ശിവയുടെ ആ പ്രവൃത്തി ഒരു ചെറിയ രീതിയിൽ പോലും അശോക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ പകപ്പും അവനിൽ ഉണ്ടായിരുന്നു. ശേഷം ഒരു ചിരിയോടെ അശോക് സോനയെ നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ശിവയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ. ഒന്നും അറിയാത്ത ഭാഗത്തോടെ പുറത്തേക്ക് നോക്കി കൈകൾ പിണച്ചിട്ടിരിക്കുന്നവളെ കണ്ട് ഒരു നിമിഷം ഇമ വെട്ടാതെ നോക്കിപ്പോയി അവൻ. സോന പുറകിൽ കയറിയതും ശിവയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, മേഡം കൂടെ വരുന്നുണ്ടോ? ആ, അത് പിന്നെ സോന, എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്കൊരു മസാല ദോശ കഴിക്കാൻ ആഗ്രഹം. ഈ പ്രഗ്നന്റ് ആയതുകൊണ്ടാവും അല്ലേ സോന? ആഹാ, എന്നാ പിന്നെ സാറ് മേഡത്തിന്റെ ആഗ്രഹം പോലെ വാങ്ങിച്ചു കൊടുത്തേക്ക്. ഇതൊക്കെ ഭർത്താവിന്റെ കടമയല്ലേ മേഡം? സോന പറയുമ്പോൾ ഒന്നും മിണ്ടിയില്ല അവൾ. അശോക് അവളുടെ മുഖത്തേക്ക് നോക്കി. ശരിക്കും മസാല ദോശ വേണോ എനിക്ക്? മസാല ദോശ തന്നെയാ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ കിട്ടണം. കുറച്ച് കുശുമ്പോടെ പറയുന്നവളെ കണ്ട് അശോകിന്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വീണു. ആദ്യമായിട്ടാണ് തന്നോട് എന്തെങ്കിലും വേണമെന്ന് അവൾ ആവശ്യപ്പെടുന്നത്. താനായിട്ട് കൊടുത്താൽ പോലും അത് വാങ്ങിക്കാത്ത ആളാണെന്ന് കുശുമ്പേറി വാശി കാണിക്കുന്നെന്ന് ഓർക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും അടുത്തിരിക്കുന്ന എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്നു തോന്നിയുകൊണ്ട് ചിരി അടക്കി പിടിച്ച് കാറ് മുന്നോട്ടെടുത്തു അശോക്. ഇടയ്ക്കിടയ്ക്ക് കാർ ഓടിക്കുമ്പോൾ നിധിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അശോക്. അതെല്ലാം കാണുന്നുണ്ടെങ്കിലും അതൊന്നും കാണാത്ത ഭാഗത്തോടെ മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കി നിന്നവൾ. വല്ലാത്തൊരു കുശുമ്പി തന്നെയാ. അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ മനസ്സെന്താന്ന് മറ്റൊരു പെണ്ണിനെ നന്നായിട്ട് അറിയാം. ഗ്രാൻഡ്മയുടെ ഒരു താങ്ക്സിൽ ഒതുക്കാൻ മതിയാവില്ല. ഓരോന്നോർത്തുകൊണ്ട് ഒരു ചെറിയ ചിരിയോടെ അവളെ നോക്കി അശോക്. അല്പനേരത്തെ യാത്ര കഴിഞ്ഞതും സോനയ്ക്ക് ഇറങ്ങേണ്ടടുത്ത് കാർ നിർത്തി അശോക്. കാറിൽ നിന്നിറങ്ങി സോന നിധിയെ അശോകിന്റെ നേരെ ചെന്ന് നിന്നു. താങ്ക് യു സർ. മാഡം, എന്നേ പോട്ടെ, നാളെ കാണാം. ഒന്ന് കരത്തിൽ മുകളിൽ മാത്രം ചെയ്തു നിധി. പിന്നെ എന്തോർത്ത പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്ല, സോനക്ക് മസാല ദോശ വേണ്ടേ? എനിക്ക് വേണ്ട മാഡം, നിങ്ങൾ പോയി കഴിക്കേ. എന്നാൽ ശരി മാഡം. സർ, ഓക്കെ. ഇരുവരോടും പറഞ്ഞ് സോന നടന്നു നീങ്ങി. അവൾ പോയത് നിധിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അശോക് കാർ മുന്നോട്ടെടുത്തു. അശോകിന് ദേഷ്യത്തോടെ തുറച്ചു നോക്കാനും നിധി മറന്നില്ല. ഒരു വലിയ 5 സ്റ്റാർ റെസ്റ്റോറന്റിന് മുമ്പിലെത്തിയതും ശിവ അശോകിനെ നോക്കി. എനിക്ക് തട്ടടിയിൽ നിന്ന് വാങ്ങിച്ചെന്നാൽ മതി. നോ, ഫുഡ് പാത്തിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഈ ടൈം ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന പോലെ ഹെൽത്തി ഇല്ലെന്ന് നിനക്കും അറിയാം. എന്നാലും ആദ്യം നീ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് നിഷേധിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ്. അപ്പൊ കഴിക്കുന്ന കുറച്ച് വൃത്തിയുള്ളെങ്കിലാവട്ടെ എന്ന് കരുതിയാണ്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അവനെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇതിനു മുമ്പ് നീ കഴിച്ചു കാണും നിധി, ബട്ട് ഇപ്പൊ അങ്ങനെയല്ല. നിന്റെ ഉത്തരത്തിൽ കിടക്കുന്ന ഈ അശോകിന്റെ കുഞ്ഞാ. അപ്പൊ എന്റെ കുഞ്ഞിന് നല്ല കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? നീ വാ. അതും പറഞ്ഞുകൊണ്ട് അശോക് കാറിൽ നിന്നിറങ്ങി. അവരെ നോക്കി മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച് നിധിയും കാറിൽ നിന്നിറങ്ങി. ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അശോകിന്റെ കൂടെ തന്നെ കയറി പോകുമ്പോൾ പുറമെ അവനോട് ദേഷ്യം കാണിക്കുമെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഓർഡർ ചെയ്ത മസാല ദോശ വെയിറ്റർ മുന്നിലേക്ക് കൊണ്ടുവച്ചതും നാസികയിലേക്ക് കയറുന്ന മസാല ദോശയുടെ മണം അതിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒന്ന് ആസ്വദിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്നവനൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വേഗം എടുത്ത് കഴിക്കാൻ തുടങ്ങി നിധി.
ആസ്വദിച്ച് കഴിക്കുന്നവളെ ഇമോട്ടാതെ നോക്കിപ്പോയി അശോക്. തന്റെ മുന്നിൽ നിൽക്കുന്ന മസാല ദോശയ്ക്ക് ഇത്ര രുചിയൊക്കെ ഉണ്ടോ എന്നൊരു നിമിഷം ഓർത്തുപോയി അവൻ. അവളെയൊന്ന് നോക്കിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. നല്ല രുചിയുണ്ടെങ്കിലും അവൾ കഴിക്കുന്ന കാണുമ്പോൾ അതിന് മാത്രം ഒരു പ്രത്യേക രുചിയുള്ള പോലെ. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞ് ഇനിയും വേണമെന്ന മട്ടിലുള്ള അവിടെ നിൽപ്പുണ്ട്. അശോക് ഒരു പുഞ്ചിരിയോടെ നോക്കി. തന്നോട് ഇനിയും വേണമെന്ന് പറയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ വെയിറ്ററെ വിളിച്ച് ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തവൻ. അവളുടെ മുഖത്ത് വിരിയുന്ന ഒരു പ്രത്യേക സന്തോഷം നോക്കി കാണുകയായിരുന്നു അശോക്. തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഒരു തരത്തിൽ അടക്കുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല പെണ്ണ്. എങ്കിലും ഇന്ന് സോനകാരനാണെങ്കിലും ആദ്യമായി തന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടല്ലോ എന്ന അസംതൃപ്തി അശോകിലും ഉണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.